യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. Let's praise the Lord, for He is good. His loving kindness endures forever. Hallelujah. Give thanks unto Lord. His goodness, His mercy endureth forever. Hallelujah. Hallelujah. സ്തോത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ give thanks unto Lord. Hallelujah. സ്തുതിക്കുക എന്ന് പറയുമ്പോൾ praise the Lord. Hallelujah. കർത്താവിന് നമുക്ക് നന്ദിയോടെ ഹാലയ ദേവാദി ദേവന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. Amen. Let's praise the God of gods. Let's praise Him. Hallelujah. Amen. Hallelujah. നമ്മുടെ താഴ്ചയിൽ ഓർത്ത കർത്താവ്, the one who remembered us in our low estate. Hallelujah. സ്തോത്രം. 400 വർഷക്കാലം, ഹല്ലേലൂയ, 40 years, ഹല്ലേലൂയ, 40 വർഷക്കാലം മരുഭൂമിയിൽ ഹല്ലേലൂയ നടത്തിയ ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം. The one who led Israel in the wilderness for 40 years. ഇസ്രായേലിനെ താഴ്ത്തുവാനായിട്ട് ഹല്ലേലൂയ 40 വർഷക്കാലം ഹല്ലേലൂയ മരുഭൂമിയിൽ കൂടെ നടത്തി. I mean, He led Israel to humble them, hallelujah, in the wilderness. അവരുടെ ഹൃദയത്തിലുള്ള അറിയുവാൻ വേണ്ടി, so to know what is in their heart, that's why Israel was led into the wilderness by God. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നമ്മളെയും പലപ്പോഴും നമ്മളും ഹല്ലേലൂയ ആത്മീയ മരുഭൂമിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. And most of the time we might be in a spiritual desert. നമ്മളെ താഴ്ത്തുവാൻ, നമ്മുടെ ഹല്ലേലൂയ പ്രൈഡിനെ, നമ്മുടെ എല്ലാ ഹല്ലേലൂയ ഫ്രീ വില്ലിനെ എല്ലാത്തിനെയും താഴ്ത്തുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ ഈ മരുഭൂമിയിൽ ഇപ്പോൾ ആക്കിയിരിക്കുന്നു. In the wilderness we are made low because, hallelujah, God wants to lessen our pride, have a spiritual pride, everything that is contrary to the character of God. സ്വർഗീയ കനാനിൽ എത്തും വരെ ഹല്ലേലൂയ, until we reach the heavenly Canaan. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അതിനായി ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വസിക്കാത്തവരെ പിന്നത്തേൽ അവിടെ നശിപ്പിച്ചു കളയുവാനിടയായി. What happened? We know that those who didn't believe, they were destroyed in the wilderness. 20 വയസ്സ് താഴെയുള്ളവരെ മാത്രം 40 വർഷക്കാലം മരുഭൂമിയിൽ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ട്രെയിൻ ചെയ്തെടുത്തു. I mean, if those who were below 20, they were the people who entered Canaan, and while before entering Canaan they were trained, and after that they entered their land. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിലെ മസാനാളിനെ പോലെയും മരുഭൂമിയിലെ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഹല്ലേലൂയ. Never harden your heart. If you listen to the word of God, never harden to your heart, so that you will be able to enter this land, promised land. ഹല്ലേലൂയ. 40 വർഷം അവരോട് എനിക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം പ്രയാസമുണ്ടായെന്ന് ഹല്ലേലൂയ. We have read that God was angry with the people of Israel, hallelujah, for 40 years. നമുക്കറിയാം they were not, hallelujah, living according to the will of God. അത് തന്നെയാണ് പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. 1 Corinthians chapter 10 ഹല്ലേലൂയ സ്തോത്രം പറയുന്നു. 1 Corinthians chapter ഹല്ലേലൂയ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലൂടെ സ്നാനമേറ്റു. മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനവും കുടിച്ചു. ഹല്ലേലൂയ. അവരെ അനുഗമിക്കുന്ന ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന്. 1:6. For I want you to know, brothers, that our fathers were all under the cloud and all passed through the sea, and all were baptized into Moses in the cloud and in the sea, and all ate the same spiritual food, and all drink the same spiritual drink, for they drank from the spiritual rock that followed them, and the rock was Christ. Nevertheless, with most of them God was not pleased, for they were overthrown in the wilderness. ഹല്ലേലൂയ സ്തോത്രം. 5 and 6 കൂടെ വായിച്ചാട്ടെ. Now these things took place as examples for us, that we might not desire evil as they did. Do not be idolaters, as some of them were, as it is written. The people sat down
to eat and drink, and rose up to play. രക്ഷിക്കപ്പെട്ട ശേഷം കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ Hallelujah. അവിടെ പറയുന്നത് എന്തുവാ? പ്രസാദിച്ചില്ല എന്ന് അല്ലേ? പ്ലീസ് Yes. ഹല്ലേലൂയ സ്തോത്രം. അവിടെ വായിക്കുവാൻ They were not well pleased by God, even though they were saved from Egypt, even though they were redeemed from Egypt and from slavery, even the journey through the wilderness until they reached the land that was promised. I mean, most of them were not able to reach because God was not well pleased with the group. യേശു ക്രിസ്തു കർത്താവിൻ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. നമ്മൾ ഇസ്രായേൽ മോശയോട് ചേർന്നെന്ന് പറഞ്ഞ പോലെ നമ്മൾ യേശുവിനോട് ചേർന്നു, ക്രിസ്തുവിനോട് ചേർന്നു. ഹല്ലേലൂയ. അതിനുശേഷം കർത്താവിന് പ്രസാദകരമായി ഒരു ജീവിതം നയിപ്പാനായിട്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മൾ സത്യമായി കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. We should call upon the Lord so that we live a life that is well pleasing to God. Even though we are saved, even though we are baptized, hallelujah, on our journey on this earth, hallelujah, we should be doing act, hallelujah, which pleases God, hallelujah. That's why we need to ask and pray to God for that. സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കർത്താവ് സമീപസ്ഥനാണെന്ന് 145 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. Those who call upon his name, he is close to them. Hallelujah. That's what is written in Psalms 145. നമ്മൾ ഏതെങ്കിലും പാപത്തിൽ വീണാലും ഏതൊരു രോഗത്തിലായിരുന്നാലും സത്യമായി സിൻസിയറായിട്ട് നമ്മളൊന്ന് വിളിച്ച് കർത്താവേ ഹല്ലേലൂയ വീണുപോയെന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റു പറഞ്ഞാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ്. If you are any sin or if you are any sickness, if we cry to the Lord, if we truly call upon the Lord, he is able to deliver you. ഹല്ലേലൂയ. പത്രോസ് കടൽ നടക്കുവാൻ ആഗ്രഹിച്ചു, നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പത്രോസിന്റെ ആ ഒരു സംശയത്തിന്റെ പേര്, നീ ദൈവപുത്രനെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം എന്ന സംശയം, ഹല്ലേലൂയ അവനും അവസാനം കർത്താവേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുവാൻ അവസാനം ഇടയായി. Hallelujah. We know the story about Peter who desired to walk on the water and God allowed him to walk on the water, but hallelujah, after few steps he started to fall down. When he cried up to the Lord Jesus, it was Jesus who saved him from that. സത്യമായി നമ്മൾ വിളിച്ചപേക്ഷിക്കണം. So those who call to the Lord closely, those who call to the Lord with purity, hallelujah, truly he will answer him. പരമാർത്ഥതയോടെ നമ്മുടെ ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഒന്ന് വിളിച്ചപേക്ഷിച്ചാട്ട് കർത്താവ് വിടുവിപ്പാൻ ശക്തനാണ്. കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. The Holy Spirit is in our midst, and if you call upon him, he is able to answer you. If you call to him truly, he is able to answer you. പക്ഷേ നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കണം, നമുക്ക് എവിടാണ് തെറ്റുപറ്റി, എവിടാണ് നമ്മുടെ ഹല്ലേലൂയ അനുസരണക്കേട് വന്നിരിക്കുന്നതെന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യണം. We should introspect ourselves. We should check ourselves where we have fallen, where we have done wrong. Hallelujah. Then only this will help. ആത്മീയ പാറയിൽ നിന്ന് കുടിച്ചവര് ഹല്ലേലൂയ പിന്നത്തേതിൽ അനുസരണക്കേട് ചെയ്ത കാരണവും അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞത് കാരണവും അവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോകുവാനിടയായി. Even though the Israelites drank from the spiritual rock, because of grumbling, because of disobedience, hallelujah, they all died in the wilderness. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് പൗലോസ് ഇവിടെ വായിക്കുന്നു. And Paul is again reminding and warning us that you should never forget that there are a group of people that was pushed or died in the wilderness. ഹല്ലേലൂയ. മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. Because God was not well pleased with most of them. പിറുപിറുക്കുന്നവർ, they were a group that grumbled. മോശയ്ക്കെതിരായി പിറുപിറുത്ത മോശയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വരെ തീരുമാനിച്ചവർ. The grumbling even lead to the to the talks of stoning the servant of God, that is Moses. ഹല്ലേലൂയ. ദൈവത്തിന്റെ അകൽച്ച കൊണ്ടാണ് അവർ 40 വർഷം അലഞ്ഞു നടക്കേണ്ടി വന്നത്. Because their father, they moved away from God. That was the reason which led to their 40 years in the wilderness. Numbers chapter 14 ഹല്ലേലൂയ എന്ന് വായിച്ചാൽ നമുക്കത് കാണുവാൻ കഴിയും. In Numbers chapter 14 we see what happens. ദൈവം എന്തുകൊണ്ടാണ് അവിടെ അകൽച്ച ഉണ്ടാക്കിയെന്ന് നമുക്ക് നമ്പേഴ്സ് എടുത്താട്ട്. നമ്പേഴ്സ് chapter 14 ഹല്ലേലൂയ അതിന്റെ 34. In Numbers chapter 14 verses 34, according to the number of days which you spied, 32 onwards എന്ന് വായിച്ചു. Read it from 32 verse but 32. as for you, your crops
have reject. As for you, your corpse will fall in this wilderness. Your sons shall be shepherds for 40 years in the wilderness, and they will suffer for your unfaithfulness until your corpse die in the wilderness, according to the number of days which you spied out the land. 40 days, for every day you shall bear your guilt a year, even 40 years, and you will know my opposition. ഹാലലിയോ ഓരോ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 40 സംവത്സരം 40 ദിവസം നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയുമെന്ന് ഹാലലിയ ഇവിടെ കാണുന്നു. എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. കണ്ടോ, ഈ സഭയെ ചർച്ചിനെ പറ്റി പറയുന്നത് എന്തുവാ? ദുഷ്ടസഭ, ഈവിൾ കോൺഗ്രിഗേഷൻ. Amen. Hallelujah. We see that it is written again in 34, according to the number of days which you spied out the land, 40 days, for every day you shall bear your guilt a year, even 40 years, and you will know my opposition. I, the Lord, have spoken. Surely this I will do to all this evil congregation who are gathered together against me in this wilderness. They shall be destroyed, and there they will die. Hallelujah. വളരെ ഭയത്തോടെ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കേണ്ട ഒരു സ്വത്രം സ്ക്രിപ്ചറാണ് നമ്മൾ വായിച്ചത്. The scripture which we read, we should be fearful, hallelujah, inside us, and we should humble ourselves, amen, so that we don't become like these people. അനേക വിശ്വാസികൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിന്റെ രഹസ്യം, hallelujah, so many Christians who are wandering, hallelujah, in the wilderness is because അവർക്ക് വചനം കേൾക്കുമ്പോൾ അവർക്ക് സംശയം, ദൈവ സാന്നിധ്യമില്ല. Because the first thing is that when they hear the word of God, they have doubt. ഹല്ലേലൂയ. ദൈവത്തിന്റെ അകൽച്ച അറിഞ്ഞതുകൊണ്ടാണ് അവർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നത്. Because the Israelites, even though they heard the word of God, they were distant from the word or had no faith in it. That's why they had to be wandering in the desert. ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തിലെ അലച്ചിലിന്റെ രഹസ്യം നമ്മുടെ അവിശ്വസതയും സംശയവും കൊണ്ടാണ്. Amen. Hallelujah. The wandering in the desert is because if a person has doubt or unbelief, that will lead to the wandering. കർത്താവ്, ഹല്ലേലൂയ, കർത്താവിനെ പറ്റി അന്ന് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സംശയമാണ്. Amen. Even though Jesus was called Emmanuel, people still doubt. Hallelujah. കൈവിടാത്ത ഉപേക്ഷിക്കാത്ത ഒരു പുത്രനായ കർത്താവിനെയാണ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചത്. I mean, we have the Savior, that Emmanuel means is being sent to this earth. He won't leave us. He won't forsake us. That is what the Lord said about Jesus. കർത്താവിനോട് ചേർന്നിരിപ്പാൻ അവൻ കർത്താവിനോട് നമ്മൾ ചേർന്നിരുന്നാൽ അവന് നമ്മളെ എത്തിക്കേണ്ട ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. If we walk with Jesus, He will make us reach the decision which is intended for our life. അതുകൊണ്ടാണ് പഴയ നിയമഭക്തന്മാരൊക്കെ പാടിയ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഹല്ലേലൂയ, സ്തോത്രം. Hallelujah. How blessed it is for the saints of the old times used to sing the song that how blessed is a man who is close to Jesus and close to walk with him. നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം 3:14 പറയുന്ന ഒരു വാക്യങ്ങൾ അറിയാം. കർത്താവിനോട് ചേർന്നിരിപ്പാൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും 12 ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. Just like the 12 disciples who are selected to serve and be close with them, hallelujah, our journey should also be like a disciple, that God selects us to be close and to serve Him. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കാം. Let us again submit into His hands. നമ്മൾ കർത്താവിനോട് ചേർന്നാണോ ഇരിക്കുന്നത്? Are we close with Jesus? ഹല്ലേലൂയ. കമ്മ്യൂണിയൻ ഓഫ് ഹോളി സ്പിരിറ്റ് നമ്മുടെ കൂടെ ഉണ്ടോ? Do we have the communion of the Holy Spirit? നമ്മൾ ആശീർവാദം പറഞ്ഞ് ഹല്ലേലൂയ വെറുതെ ഹല്ലേലൂയ പിന്നെ പറഞ്ഞിട്ടങ്ങ് അത് പറഞ്ഞ് കേട്ടിട്ടങ്ങ് ആമേൻ പറഞ്ഞ് പോകുവാന്നിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പോകുവാനോ അതോ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ? Are we after every benediction we are saying an amen and going and walking after our own will, or are we walking in the communion of the Holy Spirit?
ഹാലലിയ നീ ഹാലലിയ ഇതൊക്കെ പറഞ്ഞിട്ട് നീ തിങ്കളാഴ്ച തൊട്ട് ഹാലലിയ ശനിയാഴ്ച വരെ നിനക്ക് ഇഷ്ടമുള്ളത് നടന്നിട്ട് നീ വിചാരിക്കും ഞാനിതൊന്നും കാണുന്നില്ലെന്ന്. ഹാലലിയ യേശുവിന്റെ നാമത്തിൽ. From Monday to Saturday, we might be walking in our own desires, and we might be thinking that God is not seeing us. ഹാലലിയ. Amen. Praise യഹോവ ഭക്തന്മാരെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ, വിടിവിപ്പാൻ അന്നാരും ഉണ്ടായിരിക്കുകയില്ല, ഞാൻ നിങ്ങൾ കീറിക്കളയുമെന്നാണ് ഹാലലിയ 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. Psalms 50 it says that holy ones, there won't be no one, hallelujah, to deliver you. I will tear you. ഞാൻ ഇത് കണ്ടിട്ടും ഞാൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് നീ വിചാരിച്ചു ഞാനൊന്നും അറിയുന്നില്ലെന്ന്. ഹാലലിയ സ്തോത്രം. Hallelujah. Just like it said in Psalms that even though I am silent, you might think that I am pleased with you. No, I am not pleased with you, or I am not knowing it. I am knowing everything. തക്ക സമയത്ത് എല്ലാം നിന്റെ മുമ്പിൽ ഞാൻ നിരത്തി വെക്കുന്ന ഒരു ന്യായവിധി ഉണ്ടെന്ന് നീ ഓർത്തുകൊള്ളുക. And there is a time that is coming, in the time of judgment. I would be praising all these facts and proofs in front of you and stating the case. Evil congregation ഇനി പറയുവാൻ നമ്മുടെ സഭ ഇടയാകരുത്. So let our congregation never be called an evil congregation. Turn back to God. Hallelujah. So we ought to turn back to God. Hallelujah. Repent. In repentance we ought to turn back to God. Amen. ദൈവത്തിലേക്ക് തിരിയുക. കർത്താവേ, തെറ്റിപ്പോയ കർത്താവേ, we need to cry and say, God, we have fallen. Hallelujah. Revive us back. Amen. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൃപ തോന്നണമേ, കൃപ തോന്നണമേ. Oh, let's pray to God. കഴിഞ്ഞകാല പരാജയങ്ങൾ ക്ഷമിക്കണമേ. Forgive our past sins, our past failures, forgive us. തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരിക്കണമേ. Oh, let your presence be with us. Emmanuel, God is with our us. Lord and Hallelujah Savior. Hallelujah. Amen. He's our Savior. Amen. He is with us, Lord. Let us put all Forgive unbelief all and my doubt iniquities, aside. Lord. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങിയ എല്ലാ ഉയർച്ചകളെ ഇടിച്ചു കളയുവാൻ കൃപ തരണമേ. Amen. The grace to overcome all hurdles, like the stronghold that was built, hallelujah, against the obedience of Christ, and to put it down. God, give us the grace to pull it down. അനുസരണക്കേടിനോട് പ്രതികാരം ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ അങ്ങയുടെ വചനം കേട്ട് അനുസരിക്കുന്നവരായി തീരുവാൻ കർത്താവേ കൃപ തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. Let us take revenge to all disobedience that was done by us, and help us to heed to and obey the word of God. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. The Holy Spirit is in our midst, Lord. He is healing us. Break all chains in the name of Jesus Christ. And He is breaking all chains in by the name. obedience of the word of God. Oh, by obedience in the word of God, He is breaking all chains in the name of Jesus. Holy Spirit. Submit the Lord. Amen. Resist the devil. He shall flee away. Amen. Submit to the Lord. Resist the devil, and he shall flee from you. കർത്താവിന്റെ കരങ്ങളിലേക്ക്, പ്രസൻസിലേക്ക് നമ്മളെ പൂർണ്ണമായി ഏൽപ്പിക്കാം. Amen. Let's submit to His presence. Holy Spirit in the Hallelujah presence. Clothed with the presence of our Lord and Savior Jesus Christ. Hallelujah. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമ്പൂർണ്ണമായി പ്രാർത്ഥിക്കാം. Oh, let's again submit to His presence again. ഒരു നിമിഷം ദൈവങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിക്കാം, നമ്മുടെ മനസ്സിനെ ഏൽപ്പിക്കാം. Oh, let's submit our prayer, our body, our heart, hallelujah, into His hands. Hallelujah. നമ്മുടെ ശരീരങ്ങളെ ആ ഓൾട്ടറിലേക്ക് ഏൽപ്പിക്കാം. Let us submit our body onto that altar. ജീവനും വിശുദ്ധിയുള്ള ഒരു യാഗമായി നമ്മളെ തീർക്കട്ടെ. Let us be a holy and a living ഒരു sacrifice. ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ മാറട്ടെ. Let us become a new creation. ഓരോ ദിവസവും നമ്മൾ പുതുക്കം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പറായി നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. Amen. Let the Holy Spirit help us so that we walk in the newness of the Spirit. Grieve not the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. The Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെതിരായി വ്യാജവും പരിശുദ്ധാത്മാവിനോട് റിബലും കാണിക്കരുത്. Oh, let us never tell lies. Let us never, hallelujah, rebel against the Holy Spirit. Hallelujah. Quench not the പരിശുദ്ധാത്മാവിനെ കെടുത്തുന്നതായ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഇനിയും ഉണ്ടാകരുത്. Let our actions never quench the working of the Holy Spirit. Hallelujah. സമ്പൂർണ്ണമായി ഏൽപ്പിക്കാം. Amen. Let's submit to His presence. Holy, holy, holy. അടിയനെ സമ്പൂർണ്ണമായി ഈ വചനത്തിൽ ഏൽപ്പിക്കുന്നു. Submit to the word.